നമുക്ക് വലിയ പ്രേരണയുണ്ടായിരുന്നു. സമൂഹത്തിൽ നിന്ന് വല്ലാത്തൊരു ദീനിയായ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള വല്ലാത്ത പ്രേരണയും പ്രചോദനവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അറിവ് കുറവായിരുന്നുവെങ്കിലും വല്ലാത്ത ദൈവഭക്തി ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അറിവ് കൂടുതലാണ്, ദൈവഭക്തി കുറഞ്ഞിരിക്കുന്നു, പ്രേരണകൾ നശിച്ചിരിക്കുന്നു. സമൂഹത്തിൽ നിന്നും നമുക്ക് ആ ഒരു രീതിയിലുള്ള നന്മയിലേക്ക് പോകുന്ന ഒരു പ്രേരണയുമില്ല. മാതാപിതാക്കളിൽ നിന്നുള്ള പ്രേരണയില്ല. അതുപോലെ മാതൃകാ കൂട്ടുകെട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടേതായ കാലഘട്ടത്തിൽ മാതൃകാ കൂട്ടുകെട്ടുണ്ടായിരുന്നു. മാതൃകാ അധ്യാപകന്മാരുടെ വല്ലാത്തൊരു പ്രേരണ, വല്ലാത്തൊരു പ്രചോദനം നമുക്കുണ്ടായിരുന്നു. ധാർമ്മികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വല്ലാതെ മധുനുകരുവാൻ നമുക്ക് വല്ലാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ മജിൽസുകളിലും ഉസ്താദുമാരിൽ നിന്നും വല്ലാത്തൊരു പ്രചോദനം, വല്ലാത്തൊരു ഒരു പ്രേരണ സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു. മുതിർന്നവര് നമ്മളെ കുട്ടികളിൽപ്പെട്ട ഏതെങ്കിലും നമ്മുടെ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ മോശമായ ഒരു സാഹചര്യത്തിൽ കണ്ടാല് അവനെ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കാൻ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. മുതിർന്നവരായ ആരെങ്കിലും കണ്ടാല്, അല്ലെങ്കിൽ അയൽപക്കക്കാരെങ്കിലും കണ്ടാൽ എന്ത് മോനെ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ സമൂഹത്തിന് അവരെല്ലാത്തൊരു അവകാശമുണ്ടായിരുന്നു. പക്ഷേ കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. വരുന്ന തലമുറ, പുതുതലമുറയിലേക്ക് നമുക്കൊന്ന് ഗുണകാംക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തിന്റെ ആ ഒരു വ്യവസ്ഥ മാറിപ്പോയിരിക്കുന്നു. അയൽപക്കത്ത് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു, ഒരു ബഹളം കേട്ടാല് അന്ന് നൂറുകണക്കിന് ആൾക്കാർ പക്ഷേ ഓടിക്കൂടിയിരുന്നു. പക്ഷെ ഇന്നൊരു മനുഷ്യരും ഒരു ഓടി വരില്ല. കാരണം എനിക്കവിടെ എന്താ അവകാശം, എനിക്കെന്ത് കാര്യം എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇനി ഒരു പക്ഷെ ആരെങ്കിലും ഒരാള് എന്താണോ അന്വേഷിക്കാമെന്ന് അവിടെ ചെന്നാൽ തന്നെ അവര് പറയും നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കപ്പെടുന്നതായ ഒരു സാമൂഹിക ചുറ്റുപാടിലേക്ക്, ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് കാലം മാറിപ്പോയിരിക്കുന്നു. സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രേരണ, സമൂഹത്തിൽ നിന്നുള്ളതായ ഒരു പ്രചോദനം നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളെ പണ്ടൊക്കെ സമൂഹത്തിൽ നിന്നുള്ള ആ ഒരു പ്രചോദനത്തിൽ, ആ ഒരു പ്രേരണയിൽ വല്ലാത്തൊരു പേടിയും ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി രക്ഷകർത്താക്കൾ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്, പൂർണ്ണമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ മോശമായി പോകുന്നതിൽ ഇന്ന് നമുക്ക് ആരെയും പരിചാരാൻ പറ്റുകയില്ല, ആരെയും നമുക്ക് പരിചാരാൻ പറ്റുകയില്ല. അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം, പൂർണ്ണമായ ഗുരുത്വം ഗുരുനാഥനായി മാറേണ്ട